ഇതാണ് നമ്മുടെ ചെക്കൻ മന്മഥ. മന്മഥ ഇത് പെണ്ണിന്റെ അച്ഛൻ ശീതളേട്ടൻ റിട്ടയർഡ് ഹെഡ്മാസാ. ഇത് പെണ്ണിന്റെ മാമൻ, ഒറ്റ മാമനേ ഉള്ളൂ, സുഗതം മാമൻ. മന്മഥൻ എന്ത് ചെയ്യണു? ആള് ദുബായിലാണ്. ഡ്രൈവറാണ്. 10 വർഷമായി ദുബായിലാണ്. എന്നെ ഇവിടുന്ന് പോയത് ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ടുള്ള വിസയിലാണ് പോയത്. ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു അച്ഛൻ ഞങ്ങളുടെ വീടിനടുത്തുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ വിസ അത് പറ്റിക്കലായിരുന്നു. പിന്നെ ഒരു അറബിയെ വേറെ സുഹൃത്ത് വഴി കണ്ടുമുട്ടി. പിന്നെ ആ അറബിയുടെ കൂടെ നിന്ന് അവിടെ ഡ്രൈവറായിട്ടൊക്കെ ലൈസൻസ് എല്ലാം ശരിയായി അങ്ങനെ വണ്ടി ഓടിക്കലായിരുന്നു. പിന്നെ അറബിക്ക് എന്നെ ഇഷ്ടമായപ്പോൾ അവിടെ പുള്ളിയുടെ സൂപ്പർ മാർക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ ആയിട്ട് അങ്ങനെ കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ആ അറബി മരിച്ചു. പിന്നെ ഇപ്പം മക്കളാണ് ഇതൊക്കെ നോക്കണത്. അപ്പം പുതിയ പിള്ളേരാണ്. അപ്പം അവരും ഞാനുമായിട്ട് പല കാര്യങ്ങളിലും യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് അങ്ങനെ ഞാൻ തന്നെ മതിയാക്കിയിട്ട് ഇപ്പൊ നാട്ടിൽ പോകുന്നു. അയ്യോ, അപ്പൊ ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ മതിയാക്കിയിട്ട് ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണ്ടേ? ഇവിടെ സ്വന്തമായിട്ട് 4-5 കാറുണ്ട് ഇവർക്ക്. ഞാൻ കാറ് റെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് അറബിക്ക് അതിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ അങ്ങനെ കൂടെ നിന്ന് എനിക്ക് അതൊക്കെ അറിയാം. അങ്ങനെ ഞാനിപ്പോ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ പണി നടക്കുന്നുണ്ട്, തറക്കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ വീട്ടിലാരൊക്കെ ഇപ്പൊ അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെ ഞാനാ കെട്ടിച്ചു വിട്ടേ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഗൾഫിൽ പോകേണ്ടി വന്നേ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? അമ്മയ്ക്കിപ്പോ 61 എങ്ങനെ അവനവന്റെ കാര്യങ്ങളൊക്കെ? ഇല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മയെ നോക്കാൻ ഒരാള് വേണം. പെട്ടെന്നൊരു മരുമോൾ ആ വീട്ടിലേക്ക് വരണം. അതാണിപ്പോ വയസ്സ് 31 ആയിപ്പോ. 32ആയി. 32ആയി. എന്റെ മനസ്സിലുണ്ടായിരുന്നത് വീടിന്റെ പണി കൂടെ തീർത്തിട്ട് കല്യാണം കഴിക്കാന്നുള്ളതായിരുന്നു. പിന്നെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ കിടക്കുമ്പോ ഒരാള് വേണം. അതൊരു ഇതാണ്. നമ്മളെ വിളിച്ചാലോ? വിളിക്കാം. കൗസോ, അവളായിട്ട് കൊണ്ടുപോവാ. കൗസല്ലേ, ഇതാ വരുന്നു. ചാട്ടോ എടുക്ക്. ഇതാണ് മോള് മണ്ടോതിരി. ഇത് മോളെ അമ്മ കൗസരത്തി. ഇതാണ് നമ്മളെ ചെക്കൻ കേട്ടോ, മന്മഥൻ എന്നാ പേര്. ദുബൈയിലായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു റെന്റക്കാരൊക്കെ നടത്തി. അങ്ങനെ ഞാൻ അകത്തുനിന്ന് കേട്ടു കേട്ടല്ലോ. പിന്നെ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും മിണ്ടി പറയാണ്ടെങ്കിലേ അതായിക്കോട്ടെ. അതായിക്കോട്ടെ, അതിനെന്താ. മുണ്ടാത്തല്ലാത്ത കുട്ടിയാണെന്ന് പറയണം. നന്നായിട്ട് വർത്താനം പറഞ്ഞ കുട്ടിയാണ്. ഒരു പണി തൊട്ട് ഓടുന്നു വേണേ പുറത്തു പോയി സംസാരിച്ചോട്ടെ. അല്ലേ ഇവിടെ ഇരിക്കാം. ഈ ചെല്ലുന്നത് പുറത്തു പോയി സംസാരിച്ചേ. ചാവിടെ വെച്ചോ, ഞാൻ വന്നിട്ട് കുടിക്കാം. അവളെ തന്നെ വിടാൻ പറ്റും. പോയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കുന്നു. പിന്നെ ശീതളേട്ടാ, ഓൻ പറയാത്ത ചില കാര്യങ്ങൾ ഞങ്ങളോട് പറയാം. ബേജാറാവാനൊന്നുമില്ല. ഈ ഇപ്പത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും ചെക്കനില്ല. നമ്മുടെ കുട്ടിക്ക് എന്താ കുഴപ്പം? എന്ത് കുഴപ്പം? ഞാൻ ചെറുപ്പം പോലെ കാണണല്ലോ. പിന്നെ വേറൊന്ന്, ഒരു തറട്ട് നടന്നില്ലേ, 2400 സ്ക്വയർ ഫീറ്റിലെ വീട് ഉണ്ടാക്കാൻ പോണം. കൊട്ടാരം പോലത്തെ ഒരു വീട്. അത് മൊത്തം അവൾ വേണ്ട തൂത്തുവരാൻ. മറിമായം